ഹായ് മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അറ്റോമിക് നമ്പർ എന്ന് പറയും. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണം. അതിന് പറയുന്ന പേരാണെന്ത്? അറ്റോമിക് നമ്പർ. നോക്ക്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം. ആ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണെന്ത്? അറ്റോമിക് നമ്പർ. ഇനി വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ടാവുക. അതായത് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ് എന്ന് വിചാരിക്കാം. അറ്റോമിക് നമ്പർ 10 ആണ് എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? അവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം 10 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? 10 ആണ് എന്ന് മനസ്സിലാക്കണം. റെഡി? ഇനി ഈ അറ്റോമിക് നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? Z എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? Z ആണ്. ഇനി അടുത്തത് മാസ് നമ്പർ ആണ്. എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ സമ്മാണ് എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും പാടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണെന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് എന്താണ്? ന്യൂട്രോൺസ്. ഇതാണ് മാസ് നമ്പർ. ഇനി ഈ മാസ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? മാസ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ മാസ് നമ്പർ ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എ. ഇനി ഒരു എലമെന്റിന്റെ സിമ്പൽ തന്നാൽ ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്ന് അറിയണ്ടേ? വേണ്ടേ? അതിൻ്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കണം, എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു എലമെന്റിന്റെ സിമ്പലാണ്. ഏതും ആവാട്ടോ, പീരിയോഡിക് ടേബിളിലുള്ള ഏത് എലമെന്റും ആവാം എക്സ്. നമ്മൾ ജനറലി പറയാണ് എക്സ്. അപ്പോൾ ഒരു എലമെന്റിന്റെ സിമ്പൽ ഉണ്ടാവും. ആ സിമ്പലിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് സെറ്റ്. സെറ്റ് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ. അതേപോലെ സിമ്പലിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്നതാണ് എന്ത്? എ. എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ. എക്സാമ്പിൾ നോക്ക്, Cl. Cl പറഞ്ഞാൽ എന്താ? ക്ലോറിനിന്റെ സിമ്പലാണ് Cl. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ 17 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 17 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 17 എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. 35 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്ക്, Ca. Ca എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം. അവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? 20 എന്നാണ്. ഈ 20 പറഞ്ഞാൽ എന്താണ്? അത് അറ്റോമിക് നമ്പർ ആണ്. മുകളിലത്തെ നമ്പർ എന്താ? 40 ആണ്. 40 പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ ആണ്. റെഡി? അപ്പൊ ഈ സിമ്പിൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് അറ്റോമിക് നമ്പർ, ഏതാണ് മാസ് നമ്പർ എന്നുള്ള കാര്യം എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എടാ, നമ്മുടെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, 17 ആണ്. അപ്പൊ അവിടെ എത്ര പ്രോട്ടോണുകൾ ഉണ്ടാവും? 17 പ്രോട്ടോണുകൾ ഉണ്ട്. എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അതും 17 ഉണ്ട്. റെഡി? ഇനി കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ എത്ര പ്രോട്ടോണുകൾ ഉണ്ട്? 20 പ്രോട്ടോണുകൾ ഉണ്ട്. എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 20 ആണ്. അതെങ്ങനെ വരുന്നത്? നമ്മൾ പഠിച്ചു, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എന്താണോ അതന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം, അതന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. റെഡി? ഓക്കെ. ഇനി നിങ്ങൾക്ക് അറ്റോമിക് നമ്പറും തന്നു, മാസ് നമ്പറും തന്നു അല്ലേ? ഈ 2 നമ്പറും തന്നിട്ട് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം നമുക്കറിയാം, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം അറിയോ? ഇവിടെ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് എന്നറിയോ?
ഇവിടെ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് എന്നറിയോ? ഇല്ലല്ലോ. അപ്പൊ ആ ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടാവുക? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. എ മൈനസ് സെറ്റ്. എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആണ്, സെറ്റ് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. ഒരു എക്സാമ്പിൾ ഇതാ, കാൽഷ്യത്തിന്റെ മാസ് നമ്പർ 40 ആണ്, അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കിട്ടും. പ്രോട്ടോൺസിന്റെ എണ്ണം കിട്ടി 20 ആണ്, ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയുള്ളത്? 20 ആണ്. പക്ഷെ ഇവിടുത്തെ ന്യൂട്രോൺസിന്റെ എണ്ണം അറിയില്ല. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്താ? എ മൈനസ് സെറ്റ് എന്നാണ്. എ പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ ആണ്. അപ്പൊ കാൽഷ്യത്തിന്റെ മാസ് നമ്പർ 40 ആണ്, മൈനസ് അറ്റോമിക് നമ്പർ എത്രയുള്ളത്? 20 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക? 20 വരും. റെഡി. അപ്പൊ ഇവിടുത്തെ ന്യൂട്രോൺസിന്റെ എണ്ണം എത്ര ഉണ്ടാവുക? 20 ആണ്. ഇനി അതേപോലെ സി എല്ലിന്റെ നോക്കാം. സി എല്ലിന്റെ മാസ് നമ്പർ 35 ആണ്, അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ കിട്ടിയ രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടിയത്? പ്രോട്ടോണിന്റെ എണ്ണം കിട്ടി, 17 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടി, അതും 17 ആണ്. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ സി എല്ലിലെ ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് 35 മൈനസ് 17 എന്ന് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക? 18 എന്ന് കിട്ടും. റെഡി? ഓക്കെ. അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.